അതിനപ്പുറം നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യരുത്. ഹായ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും ഒട്രിവിൻ എന്ന് പറയുന്നത് അല്ലെ. ഒന്നെങ്കിൽ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും ഒക്കെ ജലദോഷം വരുമ്പോ മൂക്കടപ്പ് വരുമ്പോ ഇത് യൂസ് ചെയ്യണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒട്രിവിൻ എന്ന് പറഞ്ഞ ജസ്റ്റ് ഒരു ബ്രാൻഡ് നെയിം ആണ്. ഇതേപോലെ പല ബ്രാൻഡ്സ് വരുന്നുണ്ട്. സൈലോസിനോ, സൈലോലിന്, ഡെക്കോസല്, സൈലോകൊമോഡ്, ഇതുപോലെ പലവിധം ബ്രാൻഡുകളിൽ ഇത് അവൈലബിൾ ആണ്. ഇതിന്റെ കണ്ടന്റ് നെയിം എന്ന് പറയുന്നത്, മെഡിസിന്റെ നെയിം എന്ന് പറയുന്നത് സൈലോമെറ്റസോളിൻ ആണ്. ഇതിന്റെ പല ബ്രാൻഡ്സ് ആണ് ഞാനിപ്പോ ഇതുവരെ പറഞ്ഞത്. ഇത് കോമൺലി ഒരു OTC മെഡിസിൻ ആണ്. അതുകൊണ്ട് തന്നെ പാരസെറ്റമോൾ ഒക്കെ കിട്ടുന്ന പോലെ തന്നെ നിങ്ങൾക്ക് സുലഭമായിട്ട് UAE ഫാർമസികളിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന മെഡിസിൻസ് ആണ്. മൂക്കടപ്പ് വരുമ്പോൾ അതൊന്ന് തുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുകളോടാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അങ്ങനെ ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാതിരിക്കുക. ഈ സൈലോമെറ്റസോളിൻ എന്ന് പറയുന്നത് സംഭവം നല്ല മോളിക്യൂളൊക്കെ തന്നെയാണ്. എന്നാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 3 to 5 days ആണ് ഇതിന്റെ യൂസേജ് പീരീഡ് എന്ന് പറയുന്നത്. 6th day കഴിഞ്ഞിട്ടും നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് റീബൗണ്ട് കണ്ടീഷൻ ആയിട്ട് റൈനൈറ്റിസ് മെഡിക്കമെന്റോസ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലോട്ട് നമ്മൾ പോവുകയാണ്. എന്താണ് ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് യൂസ് ചെയ്യുമ്പോൾ വളരെയധികം റിലാക്സേഷൻ ലഭിക്കുകയും അതിന്റെ എഫക്റ്റ് കഴിയണതോടുകൂടി അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് കൺജഷൻ വരുന്ന ഒരു അവസ്ഥ തന്നെയാണ് റൈനൈറ്റിസ് മെഡിക്കമെന്റോസ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ മെഡിസിന്റെ യൂസേജ് കാരണം നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പോലും ബുദ്ധിമുട്ട്. ഈ മെഡിസിൻ ഇല്ലാതെ നമുക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് ശ്വസിക്കാൻ പോലും പറ്റണില്ല എന്നുള്ള ഒരു കണ്ടീഷനിലോട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് എത്തും. സോ സംഭവം ശരിയാണ്, ഇത് വളരെ നല്ല മോളിക്യൂൾ ആണ് നമ്മളെ മൂക്കടപ്പിന് വേണ്ടിയിട്ടുള്ളതൊക്കെ. പക്ഷെ അപ് ടു 3 days അല്ലെങ്കിൽ മാക്സിമം പോയാൽ 5 days, അതിനപ്പുറം നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യരുത്. സോ അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിലോ നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ മെഡിസിൻ യൂസ് ചെയ്യുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അവരെ അലേർട്ട് ചെയ്തോ, അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോട്ടോ. അപ്പൊ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ മെഡിസിന്, ഹെൽത്ത് റിലേറ്റഡ്, കോസ്മെറ്റിക് റിലേറ്റഡ് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്പറിന്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി.